ചെങ്ങൈമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് കുഴൽമന്ദം ചന്തയിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തകളിൽ ഒരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. കുഴൽമന്ദം ചന്ത കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കുഴൽമന്ദം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. ശനിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്കൊരു 2 മണി വരെയൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന വലിയൊരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള കന്നുകാലികളെയും അതിന്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഈ ഭാഗത്തൊക്കെ കൊക്കിക്കാളകൾ അല്ലെങ്കിൽ തോട്ടിക്കൊമ്പുള്ള കാളകൾ എന്നൊക്കെ ചന്തയിൽ ആളുകൾ വിളിക്കുന്ന രീതിയിലുള്ള കുറച്ച് കന്നുകാലികളാണ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ബ്രീഡ് നെയിം നമുക്കറിയില്ല. ചന്തയിൽ കൊക്കിക്കാളകൾ, തോട്ടിക്കൊമ്പുള്ള കാളകൾ എന്നൊക്കെയാണ് കച്ചവടക്കാർ ഇതുപോലുള്ള കന്നുകാലികൾക്കൊക്കെ പറയുന്നത്. ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വലിയ കാളകളാണ്. ഈ കാളകൾക്കൊക്കെ ചോദിക്കുന്ന വില ഏകദേശം 65,000 രൂപ മുതൽ 1,00,000, 1,10,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഏകദേശം 200 കിലോ മുതൽ ഒരു 300-350 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള നല്ല വലിയ കാളകൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇറച്ചി ആവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള കന്നുകാലികൾ ഈ ആഴ്ച ഇഷ്ടം പോലെ ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ സവാരി വണ്ടികൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കാളകളാണ്. ഇപ്പോൾ സവാരി വണ്ടികൾക്കൊന്നും ആരും ഉപയോഗിക്കില്ല. ഇപ്പോൾ എല്ലാം മീറ്റിന് തന്നെയാണ് കൊണ്ടുപോകുള്ളൂ. നമ്മുടെ ഈ ഭാഗത്തൊന്നും സവാരി വണ്ടികൾക്കൊന്നും ആരും കൊണ്ടുപോകുന്നില്ല. തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും സവാരി വണ്ടികൾക്കൊക്കെ ഇതുപോലുള്ള കന്നുകാലികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ കാളകളാണ്. 65 രൂപ മുതൽ 1,10,000 രൂപ വരെയൊക്കെയാണ് ഇതുപോലെയുള്ള കന്നുകാലികൾക്കൊക്കെ ഇപ്പോൾ ചന്തയിൽ വില ചോദിക്കുന്നത്. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികൾ ധാരാളമായിട്ട് ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് കന്നുകാലികളെ കെട്ടിയിട്ടുണ്ട്. ഒരുപാട് പശുക്കളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണുന്നത്. എല്ലാം ഇറച്ചി ആവശ്യത്തിന് പോകുന്ന രീതിയിലുള്ള പശുക്കളാണ്. പട്ടിക്കന്നുകൾ അല്ലെങ്കിൽ നാനോ കന്നുകൾ എന്നൊക്കെയാണ് ഇതുപോലുള്ള കന്നുകാലികൾക്കൊക്കെ ചന്തയിൽ പറയുന്നത്. കൂട്ടമായിട്ടൊക്കെ മലകളിലും കുന്നും പ്രദേശങ്ങളിലൊക്കെ ആട്ടിക്കയറ്റിയിട്ട് അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിലുള്ള കന്നുകാലികളാണ്. അവർ ഇതൊക്കെ വലുതാവുന്ന സമയത്ത് ആട്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. ആ കണ്ട കന്നുകാലികൾക്കൊക്കെ ഏകദേശം 40 രൂപ മുതൽ 75 രൂപ വരേക്കാണ് വില ചോദിക്കുന്നത്. ഇവിടെ ഹാലിഗറിന്റെ ഇനത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ വടക്കൻ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു കാളനെ കൊണ്ടുവന്നിട്ടുണ്ട്. 45,000 രൂപയാണ് ആ കണ്ട കാളക്ക് അവർ ചോദിച്ച വില. അതുപോലെ തന്നെ ഇവിടെ 2 കന്നുകാലികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും അത്യാവശ്യം വലിയ 2 കന്നുകളാണ്. ഫ്രെയിം വരുവാണ്. ഇനിയും ധാരാളം മീറ്റ് കയറാനുണ്ട്. വളർത്താനാണെങ്കിലും അക്കീക്കത്ത് പോലെയുള്ള ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള കന്നുകാലികളാണ്. 2 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാളകൾക്കൊക്കെ ഏകദേശം 55-60 ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. വലിപ്പം കൊണ്ട് ഉണ്ട്, പക്ഷേ ഇറച്ചി കാര്യമായിട്ട് കയറിയിട്ടില്ല. ഫ്രെയിം വരുവാണ്. ഇറച്ചി ഒരുപാട് കയറാനുണ്ട്. അതേപോലെ ഇവിടെ ഈ ഭാഗത്ത് ഒരു പോത്തിൻകുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു പോത്തിൻകുട്ടിയാണ്. നാട്ടിൽ വന്നൊന്ന് തെളിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ കാണുന്ന കുട്ടിക്ക് 40,000 രൂപയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന വിലകൾ ചന്തയിൽ കച്ചവടക്കാർ പറയുന്ന വിലകളാണ്. ചന്തയിൽ കൊടുക്കേണ്ട വിലകളല്ല. കച്ചവടക്കാർ ചന്തയിൽ പറയുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചിത്രം എടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഭാഗത്ത് കാങ്കയം ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു 4-5 കാളകളെ കെട്ടിയിട്ടുണ്ട്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കന്നുകളാണ്. 2 വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാളക്കുട്ടികളാണ്. ഏകദേശം 40 രൂപ മുതൽ 48 രൂപ വരെയൊക്കെയാണ് അതുപോലുള്ള കന്നുകാലികൾക്കൊക്കെ ചന്തയിൽ ഇപ്പോൾ വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 4 ലിറ്റർ മുതൽ 7 ലിറ്റർ വരെ 8 ലിറ്റർ വരെയൊക്കെ പാല് കിട്ടാവുന്ന രീതിയിലുള്ള കുറച്ച് കറവയുള്ള പശുക്കളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ധാരാളം കറവ പശുക്കൾ വരുന്നൊരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. ഒരുപാട് കർഷകർ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് കുഴൽമന്ദം ചന്തയുടെ സമീപ പ്രദേശത്തൊക്കെ. അതുപോലെ തന്നെ തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള കന്നുകാലികൾ, കറവ പശുക്കളൊക്കെ കർഷകരൊക്കെ നേരിട്ടിട്ട് ചന്തയിലേക്ക് കൊണ്ടുവരുന്ന, തമിഴ്നാടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ചന്ത കൂടി ആയതുകൊണ്ട് തന്നെ തമിഴ്നാടിലുള്ള കന്നുകാലികൾ, നാടൻ കന്നുകളൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. ഈ ആഴ്ച ഏകദേശം ഒരു 30 രൂപ മുതൽ 50-55 രൂപ വരെയൊക്കെ വില പറയുന്ന രീതിയിലുള്ള
ഏകദേശം 3 ലിറ്റർ മുതൽ 7 ലിറ്റർ വരെയൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കറവ പശുക്കൾ ഈ ആഴ്ചയും ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പശുക്കളെയൊക്കെ ചന്തയിൽ നിന്ന് എടുക്കുമ്പോൾ ചന്തയിൽ അവർ പറയുന്ന പാലിന്റെ അളവൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. വീടുകളിൽ നിന്നൊക്കെ എടുക്കുന്നത് പോലെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ കഴിയില്ല. എത്ര കച്ചവടക്കാരെ കൈമാറിയിട്ടാണ് ചന്തയിൽ വരുന്നത് എന്നറിയില്ല. അപ്പോൾ കച്ചവടക്കാർ പറയുന്ന പാലിന്റെ അളവ് പ്രതീക്ഷിച്ചിട്ട് പശുക്കളെ എടുക്കരുത്. നമ്മൾ ലൈവായിട്ട് കണ്ടിട്ട് എത്രയാണോ തോന്നിക്കുന്നത് വെച്ചാൽ ആ ലെവലിൽ എടുക്കാനേ പറ്റുള്ളൂ. അവർ പറയുന്ന അളവൊന്നും പാല് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 7 മാസം മുതൽ 10 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോത്തിൻകുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 22,000 രൂപ മുതൽ 34,000 രൂപ വരെയൊക്കെയാണ് ആ ചെറിയ പോത്തിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം 10 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികൾ, അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ കുറച്ച് ചെറിയ പോത്തിൻകുട്ടികൾ, അങ്ങനെ ധാരാളം പോത്തിൻകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചന്തയിൽ മേടിക്കാനും വരുന്നുണ്ട്. പെരുന്നാളിന് കന്നുകാലികളൊക്കെ വിറ്റൊഴിവാക്കിയ ആളുകളൊക്കെ വളർത്തുകുട്ടികളെ മേടിച്ച് നിർത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളർത്തുകുട്ടികളുടെ ഭാഗത്ത് നല്ല രീതിയിൽ തിരക്കുണ്ട്. ആ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയാലാണ് വിലയും കുറയുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് വലിയ പോത്തിൻകുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്ന പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം 28,000 രൂപ മുതൽ 35,000 36,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ ചോദിക്കുന്ന വില. നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കുക. അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. കാളക്കുട്ടികൾ, ഓങ്കോൾ ക്രോസ് ഉണ്ട്, കാങ്കേയം ക്രോസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാളക്കുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 38,000 രൂപ മുതൽ 26,000 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്ത് കാളക്കുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത്. കുറച്ച് ഓങ്കോളിന്റെ അടുത്ത് പെട്ടിട്ടുള്ളതും കാങ്കേയം ക്രോസ് ബ്രീഡ് പെട്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് വളർത്തുകുട്ടികളാണ്. ചിലതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. 26 രൂപ മുതൽ 38 രൂപ വരെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളാണ്. ബാർഗെയിൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ കുറച്ച് ചെറിയ പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം 18,000 രൂപ മുതൽ 24,000 25,000 രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ ഭംഗിക്കൊക്കെ അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയാറുള്ളത്. കറക്റ്റ് ഫിക്സഡ് ആയിട്ട് ഒരു പ്രൈസ് ചന്തയിൽ പറയില്ല. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. ചന്തയിൽ അവർ അവരുടെ വില പറയും, നമ്മൾ നമ്മുടെ വിലക്ക് എടുക്കണം. 1-2 ഒക്കെ എടുക്കുമ്പോൾ അവർ പറയുന്ന വിലയിൽ നിന്ന് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഒറ്റ വിലക്ക് നമ്മൾ ഒരു 5, 8, 10 ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരേ മേനി വിലക്ക് ചെറുതും വലുതൊക്കെ ആയിട്ട് മിക്സഡ് ആയിട്ട് എടുക്കാൻ കഴിയും. കൂടുതലും 5, 10 ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ 3, 4 ഒക്കെ ആയിട്ട് ഒന്നിച്ച് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. ഓരോന്ന് വില ചോദിച്ച് വില പേശി എടുക്കുന്നതിനേക്കാൾ ലാഭം ഒരു 3, 4, 5 ഒക്കെ ആയിട്ട് ഒരുമിച്ച് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. അതാകുമ്പോൾ ഒരേ മേനി വിലക്ക് ചെറുതും വലുതൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ ഈ ഭാഗത്ത് വലിയൊരു കാളയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു HFന്റെ ഒരു ക്രോസ് ബ്രീഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ബ്രീഡ് നമുക്കറിയില്ല. പെരുന്നാളിന് വില കിട്ടാഞ്ഞിട്ട് കൊടുക്കാതിരുന്ന ഒരു കന്നാണെന്ന് തോന്നുന്നുണ്ട്. വണ്ടികളിൽ നിന്ന് ഇറക്കുന്നതേ ഉള്ളൂ. അതിനെ ഇറക്കി പുറത്തേക്കൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ശാന്തമായിട്ട് അതിന്റെ വീഡിയോ എടുക്കാം. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയതിന്റെ ഒരു പൊട്ടിത്തെറിപ്പ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് HFന്റെ ബ്രീഡ്, HF ജേഴ്സി ക്രോസ് ബ്രീഡൊക്കെ ആയിട്ടുള്ള കുറച്ച് പശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാമുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള പശുക്കളാണെന്ന് തോന്നുന്നുണ്ട്. പാലിന്റെ അളവ് കുറഞ്ഞപ്പോൾ ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് 3-4 പശുക്കളാണ് അവിടെ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളക്കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പശുക്കളും കാളക്കുട്ടികളും വളർത്ത് കന്നുകാലികളൊക്കെ വരുന്ന ഒരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. കുഴൽമന്ദം ചന്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കർഷകർ നേരിട്ട് കൊണ്ടുവരുന്നതും തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ഒറിജിനൽ ബ്രീഡ് കുട്ടികളും വളർത്തു കുട്ടികളൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു ചന്തയാണ്. ഇഷ്ടംപോലെ കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കന്നിനെ അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ഒരു കിടിലൻ കന്നാണ്. ഇന്ന് ചന്തയിൽ വന്നതിൽ ഏറ്റവും വലിയൊരു കന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ വന്നതിൽ അത്യാവശ്യം വലുപ്പത്തിനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള ഒരു വലിയൊരു കന്നാണ്. ഏകദേശം ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്നുള്ളൂ. ഇനിയും ഒരുപാട് വളരാനൊക്കെ ഉണ്ട്. ഫാമുകളിലൊക്കെ ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു മുതലാണ്. അതിന്റെ വിലയും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല. ഇന്നത്തെ കുഴൽമന്ദം ചന്തയുടെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിന്ന് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.